ഹായ്, ഞങ്ങൾ പുതിയതായിട്ട് ചെയ്ത വീടിന്റെ ഇന്റീരിയർ ഡിസൈനിങ് കാണണോ നിങ്ങൾക്ക്? വാ കാട്ടിത്തരാം. ഹായ്, എനിക്ക് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ഒന്ന് കാണാൻ പറ്റുമോ? കാരണം ഞാൻ ഗൾഫിൽ നിന്ന് വന്നതാണ്. ഇപ്പോൾ പുതിയതായിട്ട് വീടൊക്കെ പണിയാനുള്ളൊരു പ്ലാനിലാണ്. ഒന്ന് കാണാൻ പറ്റുമോ? അതിനെന്താ, വാ കാട്ടിത്തരാമല്ലോ. പേരെന്തായിരുന്നു? ഹിസാന. ഓക്കെ. ഇത് റിനോവേറ്റ് ചെയ്ത വീടാണല്ലേ? ഇപ്പോൾ പുറമേ അധികം മാറ്റങ്ങളൊന്നും കാണുന്നില്ല. അതെ, ഇത് ഹോം റിനോവേഷൻ ചെയ്തതാണ്. ഇവിടെ എക്സ്റ്റീരിയർ ആയിട്ട് അധികം ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ബാംഗ്ലൂർ ടൈൽസും അതുപോലെ പ്രൊഫൈൽ ലൈറ്റിങ്സ് വെച്ചേക്കണം. പക്ഷെ അകത്ത് നിങ്ങൾ നോക്കുന്നതിലും അപ്പുറമാണ്. ഓക്കെ, നമുക്കൊന്ന് കാണാം. അടിപൊളിയായിട്ട്. പുറത്തുള്ള പോലെ അല്ലട്ടാ, അകത്ത് ഭയങ്കര നല്ലൊരു ഡിഫറെന്റ് ഫീൽ. ഏറ്റവും ട്രെൻഡിങ് ഡിസൈൻ ആണല്ലോ ചെയ്തിട്ടുള്ളത്. ഇതൊരു പഴയ വീടായിരുന്നു. ഇതിന്റെ പ്ലാൻസും കാര്യങ്ങളും ഭയങ്കര ചെറുതായിട്ടുള്ള റൂമും കാര്യങ്ങളായിരുന്നു. ഇത് TJ കൺസ്ട്രക്ഷൻ പുതിയ പ്ലാൻ നിർമ്മിക്കുകയും ഓരോ റൂമും ലാവിഷായിട്ടുള്ള സ്പേസും പുതിയ ഡിസൈൻസും ആണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ TV യൂണിറ്റ്. ഇവിടെ പ്രൊഫൈൽ ലൈറ്റിങ്സും അതുപോലെ ഇതിന്റെ ഇടയിലായിട്ട് സ്ട്രിപ്പ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്റ്റോറേജ് സ്പേസസും ആണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ കാണാനും നല്ല രസമുണ്ട് കളർ കോമ്പിനേഷൻ എല്ലാം. ഇവിടെ നമ്മൾ ഗ്രേയും ബ്ലാക്കും കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഓണറിന്റെ പ്രിഫറൻസിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഏരിയകളിൽ ഈ ഒരു കളർ പ്രിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ലിവിംഗ് റൂമിൽ തന്നെ നമ്മൾ പ്രയർ ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വുഡ് ടെക്സ്റ്റൈൽ ആയിട്ടുള്ള മൈക്കാണ്. അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസസും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിവിംഗ് റൂമിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഡൈനിങ് ഏരിയ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനായിട്ട് നമ്മൾ ടേബിൾസും എല്ലാം നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തത് TJ കൺസ്ട്രക്ഷനിൽ ആണല്ലേ. ഓക്കെ, ഫൈൻ. ഇത് അത്യാവശ്യം സെന്ററിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്തത് കൊള്ളാം. അപ്പൊ നമുക്ക് എല്ലായിടത്തേക്കും ആക്സസ് ചെയ്ത് ഇവിടുന്ന് ബെഡ്റൂമിലേക്കും കിച്ചണിലേക്കുള്ള ആക്സസ് ഉണ്ടല്ലേ? അതെ, ഇതിനോട് അക്സസബിൾ ആയിട്ട് ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാഷ് ഏരിയയുടെ ഒപ്പം തന്നെ നമ്മളിവിടെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ആ ഗ്രേ തീം പിടിച്ചിട്ടുണ്ടല്ലേ? ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ക്രോക്കറി ഷെൽഫ് അല്ലേ ഇത്, വാഷ് ബേസിന്റെ തൊട്ടടുത്ത് തന്നെ. പക്ഷെ ഇത് നല്ല രീതിയിൽ മാച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു കില്ലാടി ക്ലോക്ക് വെച്ചിട്ടുണ്ടല്ലോ. ഇതിനുള്ള പ്രത്യേകത ഉണ്ടോ? ഞങ്ങൾ ഈ ഒരു വീടിന്റെ തീമിനനുസരിച്ച് വേണ്ടിയിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഫിറ്റ് ചെയ്ത ക്ലോക്കാണ്. ഇത് ഓപ്പൺ കിച്ചൺ ടൈപ്പ് അല്ലേ? അതെ, ഓപ്പൺ കിച്ചൺ ആണ്. അതുപോലെ ഒരുപാട് സ്റ്റോറേജ് സ്പേസോട് കൂടിയാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആണ്. ഈ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന്റെ ഇവിടെ ആയിട്ട് തന്നെ ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് സ്റ്റോറേജിനായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ടാൻഡം ബോക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്റ്റോറേജിനായിട്ട്. ഓക്കെ, അത്യാവശ്യം നല്ല സ്പേസ് ആണല്ലേ ഇവിടെ. പെട്ടെന്ന് നമുക്ക് ഇതൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. സ്റ്റൗ യൂസ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഇലക്ട്രോണിക് ചിമ്മിനി അല്ലേ? അതെ, ഇത് പ്രീമിയം ഇലക്ട്രോണിക് ചിമ്മിനിയാണ്. ഇത് എന്താണ്? ഇത് ബോട്ടിൽ പുൾ ഔട്ട് ആണ്. നമുക്ക് ഓയിലും കാര്യങ്ങളൊക്കെ. ഓക്കെ, നല്ല സ്പേസ് സേവ് ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പ് ആണല്ലേ. ഇതെന്താ സംഭവം? ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന കോർണർ പുൾ ഔട്ട് ആണ്. ഓക്കെ, യൂട്ടൻസിൽസ് ഒക്കെ ഈസിലി അവൈലബിൾ ആവണം, കോർണർ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഇത് എന്താണ് ഇങ്ങനെ ഒരു സ്പേസ് ഇട്ടിരിക്കുന്നത്? നമ്മൾ ഇവിടെ ഓവൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ആണ്. ഓക്കെ, ഇവിടെ പ്ലഗ് പോയിന്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ? ഓക്കെ. പിന്നെ ഇതെന്താണ്? ഇത് ടോൾ യൂണിറ്റ് ആണ്. ഫ്രിഡ്ജ് കൊള്ളാലോ. നല്ല രീതിയിൽ കളറൊക്കെ മാച്ച് ചെയ്യുന്നുണ്ടല്ലോ. വീടിന്റെ കളർ കോമ്പിനേഷൻ മാച്ച് ആയിട്ട് സെലക്ട് ചെയ്ത ഫ്രിഡ്ജ്. മൊത്തത്തിൽ നല്ല ഫിനിഷിങ്ങും പെർഫെക്ഷനും ഉണ്ട്. എന്ത് മെറ്റീരിയലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്? നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ലാമിനേറ്റ്, ആക്രിലിക്, അതുപോലെ WPC മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ 2 സ്റ്റോറേജ് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ആക്സസബിൾ ആവുന്ന രീതിയിൽ ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഇത് വെച്ചിട്ടുള്ളതുകൊണ്ട് കാണാൻ ഭംഗിയും കിട്ടും അല്ലേ? അതെ, നമ്മുടെ ഓപ്പൺ കിച്ചണോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ഒരു വർക്ക് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്റ്റോറേജ് സ്പേസും അതുപോലെ ഇന്റീരിയറോടുകൂടി സ്റ്റോറേജ് സ്പേസ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു സാധനം ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. ഇതെന്താണ് ഇതിന്റെ ഒരു പർപ്പസ്? ആക്ച്വലി ഓണറിന് ഒരു ചെറിയ രീതിയിൽ സെപ്പറേഷൻ വേണം, എന്നാൽ കംപ്ലീറ്റ്ലി ആയിട്ട് അടച്ചിതാക്കാനും പാടില്ല. അപ്പൊ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഡിസൈൻ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ വിസിറ്റേഴ്സ് ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കാണാനും പറ്റും, ഇവിടെ നിന്ന് അങ്ങോട്ടും കാണാൻ പറ്റുന്ന രീതിയല്ലേ? കൊള്ളാം. ആ ഡിസൈനും കാണാൻ നല്ല ഭംഗിയുണ്ട്. ചേട്ടൻ അപ്പൊ വീടൊക്കെ ഫുൾ ആയിട്ട് കണ്ടു. അപ്പൊ എന്നിട്ട് വർക്കൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയണം. ഞാനപ്പോ എന്റെ ഷൂട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇതാണ് അപ്പൊ ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം. ഇവിടുത്തെ വിൻഡോസ് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇവിടെ മൈക്ക വുഡ് ടെക്സ്ചർ ആയിട്ടുള്ളതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് തന്നെ ഈ ഒരു റൂമിന് പ്രീമിയം ലുക്കാണ് കൊടുക്കുന്നത്. ക്ലയന്റിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ചാണ് നമ്മൾ കളർ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഗ്രേ, ബ്ലാക്ക്, വൈറ്റ് എന്ന കോമ്പിനേഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമിന്റെ ഡിസൈനോട് ചേർന്നിട്ടുള്ള ഒരു കോട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് ഹെഡ് ബോർഡും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ സ്റ്റോറേജ് സ്പേസസും കാര്യങ്ങളും ഉണ്ട്. 2 സൈഡിലും നമ്മൾ സ്റ്റോറേജ് സ്പേസസ് ഉണ്ട്. ലാവിഷായിട്ട് നമുക്ക് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ സ്റ്റോറേജ് ചെയ്യാനായിട്ട് ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ബെഡ്റൂമിന്റെ ഈ ഭാഗത്തായിട്ട് നമ്മൾ ഒരു ഡ്രസ്സിംഗ് റൂമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയുള്ള മറ്റൊരു റൂമാണ്. ഇവിടെ വേറെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു സ്റ്റഡി ടേബിളും അതുപോലെ മിറർ സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴത്തെ ഫ്ലോറിൽ ഈ വീട്ടിലുള്ള മൂന്നാമത്തെ റൂമാണ്. അതുപോലെ ഇവിടെയും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. സ്യൂട്ടബിൾ ആയിട്ടുള്ള കോട്ടിൻ്റെ ഹെഡ് ബോർഡും കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ മിറർ യൂണിറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കബോർഡും കാര്യങ്ങളും സ്റ്റോറേജിനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മുകളിലേക്ക് പോകാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്ന ഗ്രാനൈറ്റ് ആണ്. അതുപോലെ ഹാൻഡ് റെയിൽസ് ഒക്കെ ആയിട്ട് വുഡും ഗ്ലാസ്സുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ കയറി വരുമ്പോൾ ഇവിടെ ഒരു ഓപ്പൺ ആയിട്ട് ഫിക്സഡ് ഗ്ലാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ അകത്തേക്ക് ഏറ്റവും കൂടുതൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന വിധത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതാണ് അപ്പർ ലിവിങ് ഏരിയ. ഇവിടെ മുകളിൽ സീലിങ്ങിൽ പ്രൊഫൈൽ ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഹാങ്ങിങ് ലൈറ്റ്, വളരെ നല്ല മനോഹരമായ ഒരു ഹാങ്ങിങ് ലൈറ്റാണ് ഇവിടെ ഹാങ് ചെയ്തിരിക്കുന്നത്. അപ്സ്റ്റെയറിലുള്ള ബെഡ്റൂമാണിത്. ഇവിടെ ഒരു മിനിമൽ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ നിന്ന് തന്നെ ബാൽക്കണിയിലേക്ക് പോകാൻ പറ്റിയ ഒരു ഡോറുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ ഞങ്ങൾ അധികം വർക്കോ കാര്യങ്ങളോ ചെയ്തിട്ടുള്ള പഴയ പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ അതിനെ ഞങ്ങൾ സീലിങ്ങും ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും ഒക്കെ കൊടുത്തിട്ട് ഒന്നും കൂടി എൻഹാൻസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഫാമിലി. ഈ ബ്യൂട്ടിഫുൾ ഹൗസ് ഇവരുടെയാണ്. അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ജാക്ക് എന്നാണ്. ഇതെൻ്റെ വൈഫ് ദിവ, ഇതെൻ്റെ അമ്മ, ഇത് മകൻ ജോയ്സ് പോള്, ഇത് മകള് ജുവൽ തെരേസ്. ഞാൻ വർക്ക് ചെയ്യുന്ന മസ്കറ്റിലാണ്. ഒരു കോപ്പർ മൈനിങ് കമ്പനിയിലാണ്. ഇവിടെ സൂപ്പർവൈസിങ് പോസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ. TJ കൺസ്ട്രക്ഷനെ കുറിച്ചും അതുപോലെ ഇവിടെ ചെയ്തിരിക്കുന്ന ഈ വർക്കിനെ കുറിച്ചും എന്താണ് അഭിപ്രായം? അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത് മാത്രമേ പറയാനുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാബുചാറിൻ്റെ അടുത്ത് ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഞാൻ കൊടുത്തിരുന്നുള്ളൂ. എനിക്ക് സിമ്പിളായിരിക്കണം വർക്ക്, എന്നാൽ ഒരു ക്ലാസ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിലൊക്കെ ഉപരി ഇത് പണി കഴിഞ്ഞ് വന്നപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് ഇതിലെല്ലാവരും മുഖത്തുള്ള ഒരു സന്തോഷം കണ്ടാൽ മാത്രമേ അത് അറിയാൻ പറ്റൂ എന്താണെന്നുള്ളത്. ബാക്കി അവർ പറയും. എനിക്ക് ഒരു വീടെന്നുള്ള സങ്കല്പം വന്നപ്പോൾ എനിക്കൊരു കളർ തീം എനിക്കൊരു ഇതുണ്ടായിരുന്നു. ഒരു ബ്ലാക്ക് വൈറ്റ് ഗ്രേ എന്നുള്ളൊരു തീം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 3D വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാം. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ക്രോക്കറിയുടെ ആ ഒരു ഏരിയ ആണ്. പിന്നെ പ്രയർ ഏരിയ, ഇതൊക്കെ ഞാൻ വിചാരിച്ചൊക്കെ നല്ല രീതിയിൽ തന്നെ എനിക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമാണ് സാബുചാൻ്റെ വർക്കിനെ കുറിച്ചും വർക്കുകാരെ കുറിച്ചൊക്കെ. സാബുവിനെ വർക്കൗട്ട് ചെയ്തതിൽ എനിക്ക് 100% ഇഷ്ടം. അവർ ചെയ്ത എല്ലാ വർക്കും ഒന്നിനൊന്ന് മെച്ചമായിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചാലും കൂടുതൽ എല്ലാം ഭംഗിയായിട്ടുണ്ട്. പ്രയർ ഏരിയ ആയാലും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. 3D ഡിസൈൻ കണ്ടതാണല്ലോ, അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഔട്ട്പുട്ട് എങ്ങനെയാണ്? അതുപോലെ തന്നെയൊക്കെയാണോ? ആക്ച്വലി ഞാൻ ഈ 3D ഡിസൈൻ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിരുന്നു, എനിക്ക് തന്നിരുന്നു. അപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ഞാൻ 3D കണ്ടപ്പോൾ ഒരു ഫോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഓക്കെ ഇതൊരു ഫോട്ടോസ് അല്ലേ, അപ്പോൾ അതിനകത്ത് കുറേ ക്ലാരിറ്റി അങ്ങനെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചത്. പക്ഷേ പണി കഴിഞ്ഞ് വന്നപ്പോൾ 3D ഒന്നല്ല, സൈഡിലേക്ക് മാറ്റി വയ്ക്കണം. അത് തന്നെ സെയിം കോപ്പിയാണ് നമ്മുടെ വീട്. അതിനേക്കാൾ ഒരു പടി മുകളിൽ വേണം പറയാം. അത്രയും സൂപ്പറായിരിക്കും. സാർ എബ്രോഡ് ആയിരുന്നല്ല, അപ്പോൾ ഇവിടെ നടക്കുന്ന വർക്കിനെയും കാര്യങ്ങളെയും കുറിച്ചൊക്കെ ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നോ? എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു ടെൻഷൻ ഇല്ലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ എനിക്ക് കഴിഞ്ഞാൽ അമ്മ ഇവിടെ ഓടി വരും. ഇവിടുത്തെ വർക്ക് എന്തായി എങ്ങനെയാണെന്ന് ഓരോ വൈഫായാലും അവിടുത്തെ വീട്ടിലെ പണികളൊക്കെ ഞങ്ങൾ തൊട്ടപ്പുറത്ത് വീട്ടിൽ മാറി താമസിക്കായിരുന്നു. അപ്പോൾ അവർ എല്ലാ ദിവസവും രാവിലെ വരും. അത് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടുത്തെ വർക്കേഴ്സ്, ഇവരുടെ സാബുചാറിൻ്റെ വർക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സൂപ്പറാണ്. പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് കൂടെ നിന്നാൽ മതി. അവർക്ക് അതൊരു സന്തോഷമായിരുന്നു. എനിക്ക് അങ്ങനെ തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മച്ചിയോട് വിളിച്ച് ചോദിക്കും എന്തായി അമ്മച്ചി, അവർ നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്, നീ ഒരു ടെൻഷനോ വിചാരിക്കേണ്ടതെന്ന് മാത്രമേ എന്നോട് പറയാറുള്ളായിരുന്നു. സാബുചേട്ടി വീടിൻ്റെ വർക്കിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വീട്ടുകാർ, അതായത് ജാക്കിയേട്ടൻ പ്രത്യേകിച്ച് നമ്മളോട് ആവശ്യപ്പെട്ട പ്രകാരം തന്നെ നമ്മൾക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അവരുടെ സംസാരത്തിൽ നമ്മളോടുള്ള ഒരു സ്നേഹം പ്രകടനത്തിലും നമുക്ക് തോന്നിയത്. ഫ്രണ്ട് എലിവേഷൻ നമ്മൾക്ക് യാതൊരു മാറ്റം വേണ്ട എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് ഒരു മാറ്റം വേണ്ട, അകത്ത് പക്ഷേ നമ്മൾക്ക് നല്ല രീതിയിലുള്ളൊരു മാറ്റം കൊണ്ടുവരണം. ഇപ്പോഴത്തെ രീതിയിലേക്കുള്ളൊരു വീട് ആക്കി തരണം എന്നാണ് എന്നോട് ആവശ്യപ്പെട്ടത്. ഞാൻ ആ രീതിയിൽ തന്നെ നമ്മൾക്ക് പരമാവധി മാക്സിമം പറ്റുന്ന രീതിയിൽ തന്നെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അവർ ഹാപ്പിയാണെന്നാണ് എന്നോട് പലവട്ടവും പറഞ്ഞിരിക്കുന്നത്. അകത്തെ റൂമും അതുപോലെ തന്നെ ഹാള്, ഡൈനിങ് ഏരിയ അങ്ങനെ സെപ്പറേഷനൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു രീതിയിലുള്ള ഇതായിരുന്നു അകത്ത് നേരത്തെ ഉള്ളത്. അത് നമ്മൾ പ്ലാൻ മൊത്തത്തിലൊന്ന് ചേഞ്ച് ചെയ്ത്, അതായത് ഫ്രണ്ട് എലിവേഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെ
അകത്ത് നല്ല രീതിയിൽ നമ്മൾ ചേഞ്ച് കൊണ്ടുവരികയാണ് ചെയ്തത്. അത് ജാക്കേട്ടൻ ഓക്കെ പറഞ്ഞു. നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ പ്ലാൻ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പുതിയ രീതിയിലേക്കുള്ള ഒരു പ്ലാൻ സെറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ അവർ 100% ഓക്കെ, ഇത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ആ ഒരു തീരുമാനത്തിലാണ് നമ്മൾ ഈ ഒരു ഇതിലേക്ക് എത്തിയത്. ഒരു വീട് പണി എന്നത് എല്ലാവരും വലിയൊരു സ്വപ്നമാണ്. അത് ഇനി അത് ആർക്കെങ്കിലും അങ്ങനെ സാധിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാബു ചേട്ടനെ സമീപിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 100% നിങ്ങളത് ആഗ്രഹിക്കുന്നെങ്കിൽ 110% സാബു ചേട്ടൻ്റെ ഭാഗത്തുനിന്ന് തരുന്നുള്ളത് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അത് നിങ്ങൾക്കും അത് സാബു ചേട്ടൻ തരുന്നതെന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. താങ്ക് യു ജാക്ക് ചേട്ടൻ. ഞാൻ TJ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ ഇതാക്കി തന്നതിനും അതുപോലെ തന്നെ ഇന്ന് ഇപ്പോൾ ഇവിടെ വീഡിയോ എടുക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ ഇതാക്കി തന്നതിനും എല്ലാത്തിനും താങ്ക് യു വെരി മച്ച്. സെയിം നിങ്ങൾക്കും അതുപോലെ തന്നെ TJ കൺസ്ട്രക്ഷനും ഞങ്ങൾക്കും വലിയൊരു താങ്ക് യു. ഈ വീടും ഡിസൈനും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പുതിയ വീട് കൺസ്ട്രക്ട് ചെയ്യാനാണെങ്കിലും റിനോവേറ്റ് ചെയ്യാനാണെങ്കിലും ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് TJ കൺസ്ട്രക്ഷനിലേക്ക് കോൺടാക്ട് ചെയ്യാം. അതിനുള്ള കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.